എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ എല്ലാവരും വിളിക്കുന്ന നമ്പർ അറിയാലോ, 0423822491. അതിൽ വിളിച്ചിട്ടാണ് നമ്മൾ ഈ പിറകിൽ കാണുന്ന അക്കങ്ങളിലേക്ക് സംസാരിക്കാൻ പോകുന്നത്. അക്കങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഓപ്പൺ ആക്കുന്നു. ആ ഓപ്പൺ ആക്കുന്ന അക്കങ്ങളിൽ ഓരോ ഗെയിം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ ഗെയിം ഏതാണോ ആ ഗെയിം ആയിരിക്കും നമ്മൾ കളിക്കുന്നുണ്ടാവും. കളിക്കളാണ്. കളിക്കളത്തിലേക്ക് വിളിക്കുമ്പോൾ ടി വിയിൽ ശ്രദ്ധിക്കാതെ, അതായത് ഏത് ലൈവ് ഷോയിൽ വിളിക്കുമ്പോഴും ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വിളിക്കാനായിട്ട്. 0423822491 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. എന്തായാലും വിജയിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം കയ്യിൽ ഉറപ്പായിട്ട് കിട്ടുന്നുണ്ടാവും. പ്ലസ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, മമ്മൂക്കയുടെ ഫാൻസ് ആണോ നിങ്ങൾ? മമ്മൂക്ക ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്ക ഫാൻ ആണ് നിങ്ങളെങ്കിൽ, മമ്മൂക്കയുടെ സിനിമ ഇറങ്ങാൻ പോവാണ് 23-ാം തീയതി അൽഹംറ സിനിമാസിൽ. നിങ്ങൾക്ക് അവിടെ ഫാൻ ഷോ നടക്കുന്നുണ്ട്. 1:30, 7:30 ആൻഡ് 10:30 എന്നുള്ള സമയങ്ങളിലാണ് നടക്കുന്നത്. 1:30, 4:30, 7:30, 10:30 4 ഷോസാണ് നടക്കുന്നത്. അത് 23-ാം തീയതി സ്പെഷ്യൽ ആയിട്ടുള്ള ഷോ ആണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരും. എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ടർബോ എന്നുള്ള സിനിമാ പേര് മാത്രം അയച്ചുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷോയിലും ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്നതും ഈ അൽഹംറ സിനിമാസ് എന്ന് അവർ തന്നെയായിരിക്കും നേരിട്ട് വിളിക്കുന്നുണ്ടാവുക. എന്നിട്ടായിരിക്കും നിങ്ങൾക്ക് സമ്മാനം കിട്ടിയാരും ടിക്കറ്റ് കിട്ടിയാരും പറയുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും മറക്കണ്ട, ടർബോ എന്നുള്ള സിനിമ കാണാനുള്ള ടിക്കറ്റ് അത് അൽഹംറ സിനിമ ഷാർജയിലാണ് അത് കാണാനുള്ള അവസരമുള്ളത്. അൽഹംറയിൽ ഒരു പ്രത്യേകതയുള്ളത്, നിങ്ങൾ എപ്പോഴും ഏത് സിനിമക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കുട്ടികൾക്ക്, അതായത് 6 വയസ്സിൽ താഴെ, പുറത്തെല്ലാം 4 വയസ്സാണെങ്കിലും ഇവിടെ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റും. പിന്നെ ഒരു നാട്ടിലെ ആംബിയൻസിൽ സിനിമ കാണണം എന്നാണ് മമ്മൂക്കയുടെയൊക്കെ സിനിമ, അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ടർബോ ഒക്കെ ശരിക്കും അങ്ങനെ ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നാട്ടിലൊരു ആംബിയൻസ് കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററും കൂടിയാണ്. 900 ആൾക്കാർ, അതായത് 900 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി താഴെയും മുകളിൽ 200 പേർക്ക് ഇരിക്കാനുള്ള ബാൽക്കണി ടിക്കറ്റുമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, അൽഹംറ സിനിമാസിൽ 23-ാം തീയതി ഇതിലെ ചില ഷോസിൽ നമ്മളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്പർ ഞാൻ പറഞ്ഞുതരാം, വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ പറയാം. ടർബോ മൂവി കാണാൻ വേണ്ടിയുള്ള ടിക്കറ്റ് നിങ്ങൾ കരസ്ഥമാക്കാനായിട്ട് 050-722-4683. ഫാൻ ഷോ നടക്കുന്നത് 23-ാം തീയതിയാണ്, അതായത് ഈ വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. ഈ വ്യാഴാഴ്ച നടക്കുന്ന ടർബോ മൂവിയുടെ ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാനുള്ള നമ്പറാണ് ഞാൻ പറയുന്നത്. ടിക്കറ്റ് നിങ്ങൾ കരസ്ഥമാക്കാനായിട്ട് 050-722-4683 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ടർബോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുക. ടർബോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും. ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ്? വികാസ്. ഏതാണ് അക്ഷരം എടുക്കുക? കെ. വികാസിനകത്തുള്ള കെ, വി ഇല്ലാത്തതുകൊണ്ട് വികാസിനകത്തുള്ള കെ ആണ്. എന്താ ചെയ്യുന്നേ? ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യണോ? നന്നായി. മധുരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം കേട്ടാ. മധുരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം, അത്രേ ഉള്ളൂ. 2 മിനിറ്റ് നേരമാണ്. 2 മിനിറ്റ് നേരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം. മറ്റു ലാംഗ്വേജുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. തോൽപ്പിക്കാൻ ഞാൻ പല രീതികളിലൂടെയും സഞ്ചരിക്കും, അതിലൊന്നും പെട്ടുപോകരുത്. ജയിക്കാൻ ശ്രമിക്കൂ. റെഡി, ടൈം സ്റ്റാർട്ട്. നാട്ടിലെവിടെയാ? മലപ്പുറത്ത് എവിടെ? മഞ്ചേരി. ഇവിടെ ഈ ഗൾഫ് ജീവിതം, പ്രവാസി ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 15 വർഷമായിട്ട് ഒറ്റ കമ്പനിയിലാണോ വേറെ വേറെ കമ്പനി വർക്ക് ചെയ്തോ? അല്ല, പല രാജ്യങ്ങളിലായിരുന്നു. പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്തു. ആദ്യം ഏത് രാജ്യത്താ പോയി വർക്ക് ചെയ്യാൻ? ആദ്യം തുടങ്ങിയത് ഇവിടെ തന്നെയാണ്. പിന്നെ ഏത് രാജ്യത്ത് പോയി? പിന്നെ ഒമാന് പോയി, ഖത്തറിൽ പോയി. അവിടെയൊക്കെ അപ്പൊ ഇത് സെയിം കമ്പനിയിൽ പോയതാണോ അതോ വേറെ കമ്പനിയിൽ പോയതാണോ? വേറെ കമ്പനി മതി. ആ കമ്പനി എന്ന വാക്ക് കിട്ടിയത് അത് ആദ്യമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കമ്പനിയൊക്കെ എങ്ങനെയെങ്കിലും സ്ഥാപനമാക്കി പിടിച്ചേനെ കേട്ടാ. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്തായാലും വിളിച്ചാൽ സന്തോഷം അറിയിക്കുന്നു. വീണ്ടും വിളിക്കാം. ടാറ്റാ. അപ്പൊ അങ്ങനെ അദ്ദേഹം പോയിട്ടുണ്ട്. വികാസേട്ടൻ ആദ്യമായിട്ട് വിളിച്ചൊരു വ്യക്തിയായിരുന്നു. ആദ്യമായിട്ട് വിളിക്കുന്ന ആൾക്കാർ ജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് പുള്ളിക്കാരൻ അറിയാത്തതുകൊണ്ടാണ്. ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാളൊന്നും ഒരിക്കലും ജയിക്കാനായിട്ട് അനുവദിക്കില്ല. കുറേ ഭാഗം ചുമയൊക്കെ മാറി. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു ചെറിയ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ചെറിയ ചുമയും പനിയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക. എല്ലാവരും നിർബന്ധമായിട്ടും എന്തെങ്കിലും പ്രോബ്ലം വരുമ്പം തന്നെ, തുടങ്ങുമ്പം തന്നെ ഒന്ന് ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ച് സെറ്റായി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു.
അപ്പോൾ ഈ വിളിക്കുമ്പോൾ ടി വിയിൽ ശ്രദ്ധിക്കാണ്ട് ഇപ്പോൾ വികാസേട്ടനൊക്കെ വിളിച്ച പോലെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അതായത് 2 മിനിറ്റ് നേരം നിങ്ങൾ മറ്റ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഫുള്ളായിട്ട് ഇതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് ഞാൻ ഈ 1 മണിക്കൂർ മുഴുവൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മാത്രം ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ജയിക്കാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ജയിക്കും എന്ന് തന്നെയാണ്. ഞാൻ ജയിക്കും എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ജയിച്ചിരിക്കും. ഞാൻ ജയിക്കാൻ പല വഴികളിലൂടെ സഞ്ചരിക്കും. നിങ്ങൾ അതിൽ നിന്നും പെട്ടുപോകാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെ? അനൂപാണ്. അനൂപേട്ട അക്ഷരേതാ? എം. അനൂപിനകത്ത് എന്നാണല്ലോ ഉണ്ടാവും, എന്നിട്ട് എം പറഞ്ഞു. എം ഓപ്പൺ ആവുമ്പോൾ വരുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. എമ്മിൽ പറയുമ്പോൾ കഥ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ കഥ പറയും. അനുവേട്ടാ, ഞാൻ ഒരു സിനിമയുടെ കഥ പറയും. അത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ശരി? വളരെ നിങ്ങൾക്ക് പരിചിതമായ ഒരു സിനിമയുടെ കഥയാ പറയാൻ പോന്നേ കേട്ടാ. റെഡി? ഏതാണ്? പുതിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടില്ലാന്ന്? പുതിയ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നോക്കാം. ഒരുവിധം പുതിയതാണിത്. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. ഒരു അധ്യാപകനാണ്, കോളേജ് അധ്യാപകനായിട്ടാണ് ഇദ്ദേഹം ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന് നാട്ടില് അദ്ദേഹം വേറൊരു നാട്ടിൽ പോയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നാട്ടിലൊരു ലവർ ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷെ ഇടയിൽ എന്തോ ചെറിയ പ്രശ്നത്താൽ അവര് തളർന്നു പോവുകയും, അവരൊരു വലിയ നർത്തകിയൊക്കെ ആയിരുന്നു, പക്ഷെ തളർന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈസ് എ റൈറ്റ് ആൻസർ. വളരെ പെട്ടെന്ന് സിനിമ കണ്ടുപിടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അമ്മ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, വെറുതെ അല്ല ടീച്ചറായത്. നിങ്ങൾക്ക് അത്രയും ബുദ്ധി കിട്ടിയില്ലല്ലോ. സന്തോഷം അറിയിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ വിന്നറെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഞാൻ ഇപ്പോഴും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നെങ്കിലും എന്നെ തോൽപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. 2 കോൾ വന്നതിൽ അതായത് 50% വിജയ ശതമാനം എന്ന് പറയുന്നത്. നമ്മളെ നിരഞ്ജൻ എന്താ പറഞ്ഞ കേട്ടില്ല, ഏകദേശം 50% വിജയ ശതമാനം. നമ്മൾ ഈ SLC ഒക്കെ അന്ന് എഴുതുന്ന സമയത്തൊക്കെ അത്രയും വിജയ ശതമാനങ്ങൾ ഉണ്ടായില്ല. പിന്നീട് വന്ന ആൾക്കാരിലാണ് കൂടുതൽ വിജയ ശതമാനങ്ങളൊക്കെ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയ ശതമാനം കൂടുതൽ പല ആൾക്കാരും ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വിജയ ശതമാനം ഇങ്ങനെ കൂടുന്നത് അത് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ശരിക്കും വിജയ ശതമാനം കൂടുന്നതിൻ്റെ പ്രധാന കാരണം കുട്ടികളൊക്കെ നന്നായി പഠിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. നമ്മളെ പരിചയമുള്ള കുട്ടികളെ തന്നെ ഒന്ന് നോക്കിയാൽ മതി, അവർ തന്നെ എത്രത്തോളം നന്നായി പഠിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ അന്ന് മാങ്ങക്ക് കല്ലെറിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നും ബസ്സിന് കല്ലെറിഞ്ഞും ബസ്സിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചും എങ്ങനെയെങ്കിലും സമരം നടത്തിയൊക്കെ നമ്മൾ മാക്സിമം ക്ലാസ് കട്ട് ചെയ്യാനും ക്ലാസ്സിന് പോകാണ്ട് ഇരുന്ന സമയത്ത് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. എഡ്യൂക്കേഷൻ മാത്രം അവരുടെ മനസ്സിൽ അവർ പഠിക്കണം എന്നുള്ളതാണ് അവരുടെ എയിം. അതുകൊണ്ടാണ് വിജയ ശതമാനം കൂടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ കുട്ടികൾ പഠിക്കുന്നത് എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ടോ ഒന്നുമല്ല. എല്ലാവരും പഠിക്കുന്നില്ല, അല്ലെ പഠിക്കാത്ത കുട്ടികളും ജയിച്ചു പോകുന്നു, അങ്ങനെ എനിക്ക് ഒരു അഭിപ്രായമില്ല. ഒരു എന്താ പറയുക, ഒരു 100%-ൽ ഒരു 2-3% കുട്ടികൾ മാത്രമാണ് അത്ര ഒട്ടും പഠിക്കാനുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം നന്നായി പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ശരിക്കും വിജയ ശതമാനം കൂടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മാത്രം അഭിപ്രായം അതാണ്. അതല്ലാതെ ഇത് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു എക്സാം നടത്തുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ജയിച്ചു പോകുന്നതെന്ന് ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് ഒരു അഭിപ്രായമില്ല. കാരണം അതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ കളിക്കളം തുടങ്ങുന്ന സമയത്തും കളിക്കളം തുടങ്ങിയ ആദ്യത്തെ സമയങ്ങളിലൊന്നും എനിക്കൊന്ന് 20 കോൾസിനകത്ത് നിന്ന് 2 പേരൊക്കെ ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. 2-3 ആൾക്കാർ മാത്രമായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. 20 കോളിൽ 2-3 ആൾക്കാർ മാത്രം ജയിച്ചു. പിന്നീട് ആയപ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ ടെക്നിക്സ് മനസ്സിലായി, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. അതായത് പണ്ട് ഇത് സ്കൂളിൽ പോകുന്ന സമയത്ത് പഠിക്കാണ്ട് മാങ്ങക്ക് കല്ലെറിഞ്ഞ് നടന്നിരുന്ന പലരും രക്ഷിതാക്കളായി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ മക്കളെ ഏതൊക്കെ സ്റ്റൈലിലാണ് പഠിപ്പിക്കണ്ടേ, എങ്ങനെയാ പഠിക്കണ്ടേ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്കും കൂടി പറഞ്ഞു കൊടുക്കാനുള്ളൊരു ബുദ്ധി നമ്മളെപ്പോലെയുള്ള രക്ഷിതാക്കൾക്ക് ഉണ്ടായി. ഞാനടക്കമുള്ള രക്ഷിതാക്കൾക്ക് മനസ്സിലായി നമ്മൾ പഠിപ്പിക്കണം, അല്ലെ പഠിക്കണം, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ സമയത്ത് പഠിക്കണം, ആ സമയത്ത് പഠിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു പ്രാവശ്യം തോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ജയിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നത്. അതുപോലെയാണ് എല്ലാ ഗെയിംസും, എല്ലാ പരിപാടിയും അങ്ങനെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം കിട്ടിയില്ല, ഒരു പ്രാവശ്യം തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം, എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് എത്രയോ പ്രാവശ്യം മിലിറ്ററിയുടെ എക്സാം എഴുതി ഓട്ടത്തിൽ പൊട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാം എഴുതുമ്പോൾ പൊട്ടും, ഇങ്ങനെയൊക്കെ സംഭവിച്ച് പിന്നെയും എഴുതി അവസാനം ജോലി കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ബ്രില്യൻ്റ് ആവുന്നതാണ്. ഹലോ, നമസ്കാരമുണ്ട്. ടീച്ചറാണോ? സൗണ്ട് ഉണ്ടല്ലോ. ഹലോ, ടീച്ചറാണോ?
കുമാരി ടീച്ചർ. വാസുദേവൻ തന്നെ. കുമാരി ടീച്ചർ. ആ ആ ആ ആ. ഏതാ അക്ഷരം ഏതാ? അക്ഷരപ്പോ അല്ല ടീച്ചർക്ക് ഞാൻ ഇത് തുറക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ. ഏതാ അക്ഷരം പറയേ. അക്ഷരം എ ആയിക്കോട്ടെ. ഏ. ആ ടീച്ചർ ഇപ്പൊ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഇപ്പൊ പണ്ടത്തെക്കാളും കുട്ടികൾ, ടീച്ചർ ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി? ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ ഒരു 10-15 വർഷം. 15 വർഷം മുമ്പ്, അതായത് ഫസ്റ്റ് ഒക്കെ ആദ്യമൊക്കെ ഒരു 10-20 വർഷം മുമ്പ്, ഒരു 25 വർഷം മുമ്പൊക്കെ ഉള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് പഠിക്കാത്ത കുട്ടികളായിരുന്നില്ലേ? കുറച്ചൊക്കെ പഠിപ്പൊക്കെ കുറവുള്ള കുട്ടികളായിരുന്നില്ലേ? ആ ഇടയിലൊക്കെ പഠിക്കുന്നവരുണ്ടായിരുന്നു. എന്നാലും കുറവായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോ ഒരു ലാസ്റ്റ് റിട്ടയർഡ് ഒക്കെ ആവുന്ന ആ സമയത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടികളായി മാറിയിട്ടുണ്ടായിട്ടില്ലേ? ഇപ്പോഴൊക്കെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നില്ലേ? ഇപ്പോഴത്തെ പഠിപ്പ് പക്ഷെ പണ്ടത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും അറിയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിവ് ഒത്തിരി കുറവാ. അങ്ങനെയൊന്നും പറയരുത്. ബ്രില്യന്റ് ആണ് അവരൊക്കെ. ഓപ്ഷൻ എ. ബ്രില്യന്റ് ആണ് കുട്ടികളൊക്കെ, ബ്രില്യന്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ. കുട്ടികളെല്ലാം ബ്രില്യന്റ് ആണ്, ഭയങ്കര ബ്രില്യന്റ്. നമുക്കറിയാത്ത പല കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാലോ. അതൊക്കെ അറിയാം. അപ്പൊ പിന്നെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് അറിയാലോ. അത് ശരിയാ. ടോണിക്കുട്ടാ, ടോണി എന്താന്നറിയില്ല. ഓപ്ഷൻ എ ഒന്ന് ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞാൽ റഫീഖെ. അപ്പൊ ആക്കാപ്പയാണ് ടീച്ചർക്ക്. എന്താ പറയാൻ പോണത്? ആക്കാപ്പ. ആ അക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. ആ കാപ്പ എന്നുള്ളതിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരം പിന്നെ ഇടയിലോ അവസാനം ആദ്യം വരാൻ പാടില്ല. അല്ലല്ല, ആദ്യം അവസാനം ഇടയിലും വരാൻ പാടില്ല, എവിടെയും വരാൻ പാടില്ല. ആ അക്ഷരം മിണ്ടാൻ പാടില്ല. ആ കാപ്പ. കമാന്നൊരു അക്ഷരം മിണ്ടരുതെന്ന് പറയുന്ന പോലെ ആ കാപ്പ. ഏതാ അക്ഷരം എടുക്കുക? പാ എന്ന അക്ഷരം എടുക്കുന്നേ. എന്നാ പിന്നെ പാ എന്ന അക്ഷരം എടുക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ ടോണി. ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പാ എന്ന അക്ഷരം പറയാൻ പാടില്ല. ടീച്ചർ പഠിപ്പിക്കുന്ന കാലത്ത് ഏറ്റവും നന്നായി പഠിക്കുന്ന എത്ര കുട്ടികളെ ഓർമ്മയുണ്ട്? ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു? ഒരു വർഷത്തിൽ നന്നായി പഠിക്കുന്നത് എന്നുള്ളതിൽ പാടുണ്ട് ടീച്ചറെ. പഠിക്കുന്നത് എന്നുള്ളതിൽ പാടുണ്ട്. എന്നാലും ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ആ പഠിക്കുന്നത് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കൊണ്ടുവന്നത്. എന്തായാലും സന്തോഷം അറിയിക്കുന്നു. വീണ്ടും വിളിക്കുക. അപ്പൊ 0423824991 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ നേരെ കോൾ അവിടുന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഹലോ എന്ന് പറഞ്ഞിട്ട് നേരെ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യും. നേരെ കോൾ ഇങ്ങോട്ടേക്ക് വരും. എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഏതാണ് അക്ഷരം വേണ്ടതെന്ന് ചോദിക്കുന്നു. ആ അക്ഷരത്തിലേക്ക് പോകുന്നു. അക്ഷരത്തിൽ അടുത്ത ആളുടെ അടുത്ത് ഇതേപോലെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഹലോ ഹലോ, ആരാണ്? അഖില്. അഖിൽ ഏതാ അക്ഷരം എടുക്കുന്നത്? അഖിൽ ഇന്റർനാഷണൽ. അഖിൽ ഒരു ഇന്റർനാഷണൽ നെയിമാണ്. ഭയങ്കര ഇഷ്ടം പോലെ പേര് അഖിലാണ്. ഏതാ അക്ഷരം? ബി. അഖിൽ ബി. അഖിൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഒരു ഇത് പറയലുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ അങ്ങനെ? ബി 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 ബി. അഖില് വളരെ ട്രെൻഡിങ് ആയ ഒരു പേരാണ്. സാരമില്ല, മധുരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. റെഡി, ടൈം സ്റ്റാർട്ട് നാ. അഖിൽ എന്താ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഒരു കടയിലാണ്. എന്തിന്റെ കടയില്? ഭക്ഷണത്തിന്റെ. റെസ്റ്റോറന്റാ? അതെ അതെ. അഖിൽ എന്താ പഠിച്ചത്? എന്താണ്, ഹോട്ടൽ മാനേജ്മെന്റ് ആണോ അതോ അങ്ങനെയൊന്നല്ല അക്കൗണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ആണോ? 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ്സിനകത്ത് ക്ലാസ് ഉണ്ട് കേട്ടോ. 10ാം തരാണ് മലയാളം. തീർന്നു, അവിടെ തീർന്നു. വെറുതെങ്കിലും ഡിഗ്രിയൊക്കെ പഠിച്ച ആള് അങ്ങനെ പറയേണ്ടതായിരുന്നു. ഞാൻ ബിരുദാനന്തര ബിരുദമൊന്നും വല്ലതും പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അടുത്ത ആളിലേക്ക് പോവാം. അഖിൽ അങ്ങനെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ആളിലേക്ക് വിളിക്കുമ്പോൾ 0423824991 പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഔട്ടാക്കി വിടാനുള്ള ഒരു സംരംഭത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. നെക്സ്റ്റ് കോളർ. ഹലോ നമസ്കാരം, ആരാണ്? നമസ്കാരം, ഫാത്തിമയാണ് അജ്മാൻ. യെസ് ഫാത്തിമ, ഏതാ അക്ഷരം എടുക്കുന്നേ? എഫ്. ഫാത്തിമയുടെ എഫ് തന്നെ എടുത്തിരിക്കുന്നു. ഫാത്തിമയുടെ എഫ് എടുത്തിരിക്കുന്നു. ഫാത്തിമ എവിടെ? നാട്ടില് കൊച്ചി. ഓക്കെ, ആക്കാപ്പയാണേ. അഗൈൻ ആക്കാപ്പ വന്നിരിക്കുന്നു. ആക്കാപ്പയിൽ ഏത് അക്ഷരം എടുക്കുക? എനിക്ക് ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഇറ്റ്സ് ഓപ്പൺ. ഞാൻ അതിന്റെ ബാക്കിലുള്ള ആ കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാപ്പ എന്നുള്ള 3 അക്ഷരം. ആ അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. ആ കാപ്പയില്
ആ തെരഞ്ഞെടുക്കുന്ന അക്ഷരം പിന്നെ ഇടയിൽ അവസാനം ആദ്യം വരാതെ സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. പാ എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് ആവും. അങ്ങനെ ഫാത്തിമ എന്നുള്ള ആൾ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ വീട്ടില് കുട്ടികളൊക്കെ എത്ര പേരുണ്ട്? കുട്ടികൾ 4. 2. 4 2 6? 2 ഉള്ളോ? പക്ഷെ 4 പിന്നെന്താ? അത് വേഗം ആയിപ്പോയത് പായുണ്ട്. നിങ്ങൾ കുറച്ച് ഈസി ഉള്ളതൊക്കെ ചോദിക്കാൻ വയ്യ. ഇല്ല, ഈസി ഉള്ള ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കൂലേ? കുറച്ച് പാട്ട് അന്താക്ഷരി അതൊക്കെ വരുന്നുണ്ടല്ലോ, വേറെ കളങ്ങളുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, പാട്ട് അന്താക്ഷരി ഒക്കെ വരുന്നുണ്ട്, വേറെ പിന്നാലെ ഉണ്ട്. ഇത് പാട്ടൊന്നും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ പാടുന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അതോടെ തീരുന്നു. ഒരു പാട്ട് പാടുമോ? എന്ത് വെച്ചിട്ട്? എഫ്, ഫാത്തിമയുടെ ഒരു എഫ് വെച്ചിട്ട് വെറുതെ ഫായോ? അല്ല, എഫ് വെച്ചിട്ട് ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ് ഫാത്തിമ. എനിക്ക് വയ്യ, എന്റെ പാട്ട് കേട്ടിട്ട് ആദ്യമായിട്ട് ഒരാൾ അയ്യ എന്നൊക്കെ പറയുന്നത്. താങ്ക് യു വെരി മച്ച്. എന്നാലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. എടാ, എന്റെ പാട്ട് കയറി ഇതാകുന്നുണ്ട് കേട്ടോ, ഹിറ്റ് ആകുന്നുണ്ട് കേട്ടോ സംഭവം. ഇനി ഞാൻ പാട്ട് പാടുന്നെങ്കിലും സ്പെഷ്യൽ റിക്വസ്റ്റ് വേണം. ഹലോ ഹലോ ഹലോ, ആരാ? അയ്യോ കട്ടായില്ലേ? ഓ, ഫാത്തിമ പോയില്ല. അപ്പൊ ഫാത്തിമയായിരുന്നു വന്നിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരും കൂടിയാണ് ഈ ഫാത്തിമ എന്നുള്ള പേര്. ഫാത്തിമ എന്നുള്ള പേരും ഈ ഫാത്തിമ ഞാൻ 20 വർഷം മുമ്പ്, 20 വർഷമായി ഗൾഫിൽ വന്നിട്ട് 20 വർഷം മുമ്പ് ഞാൻ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. ഒരു 4 വർഷത്തോളം ഓട്ടോ ഓടിച്ചിട്ടുണ്ട് നാട്ടിൽ, ഇരുണാവ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് എൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന 2 പാട്ടുകൾ, ഒന്ന് ഈ പറയുന്ന ഫാത്തിമ എന്നുള്ള പാട്ടും, മുകളിലൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിൽ ചിന്നിട്ടുള്ള മ്യൂസിക് വരുന്ന ഒരു സിസ്റ്റമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്റമൊക്കെ വെക്കുന്നത്. ഒരു അന്ന് ബജാജിൻ്റെ ഒരു ഓട്ടോ ആണ് എൻ്റെ വണ്ടി. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അവിട്ടം എന്ന് എഴുതിയിട്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നു, ബാക്കിൽ ഇങ്ങനെ എൻ്റെ വീട്ടുപേരൊക്കെ എഴുതിയിട്ട് ഒരു കിടിലം വണ്ടി ഉണ്ടായിരുന്നു. ഫുൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട്, അതായത് ജോലിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൂടാ, പണിക്ക് വരുമാന മാർഗം എന്ന രീതിയിൽ മാത്രമല്ല, അന്നൊരു ട്രെൻഡായിരുന്നു ഓട്ടോറിക്ഷ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ താഴെ ഇങ്ങനെ കൊച്ചി രാജാവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി അത് ഞാൻ ഗൾഫിൽ വന്നിട്ടും കുറേ കാലം ഞാനത് കീപ്പ് ചെയ്തിരുന്നു. ഒരു 5 വർഷത്തോളമൊക്കെ കീപ്പ് ചെയ്തിരുന്നു. അവിടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു ആൾ ഓടിക്കാനൊക്കെ കൊടുത്ത്, പുള്ളി റെൻ്റൊന്നും വേണ്ട, നിങ്ങൾ ഓടിച്ചിട്ട് വണ്ടി കൃത്യമായിട്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പിന്നെ പോയപ്പോൾ പിന്നെ ആ പുള്ളിക്ക് തന്നെ ആ വണ്ടി അങ്ങ് കൊടുത്തു. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സെയിൽ ലെറ്റർ എഴുതി കൊടുത്ത് പുള്ളി ആ വണ്ടി ഇപ്പോഴും ഓടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ ആയി നാട്ടിൽ പോയിട്ട്, പുള്ളി ഇപ്പം അങ്ങനെ കാണാറൊന്നുമില്ല. അപ്പം ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഉള്ള ഒന്നതും, പിന്നൊന്ന് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന കലാഭവമണിൻ്റെ ഒരു നോൺ സ്റ്റോപ്പ് സോങ് ഉണ്ട്. ഇത് രണ്ടുമാണ്. ഈ പാട്ട് നമ്മളെ ഈ സ്റ്റാൻഡിൽ, അന്ന് ഞാൻ ഉണ്ടായിരുന്ന ഇരുന്നാർ റോഡ് സ്റ്റാൻഡിൽ ഏകദേശം 25-30 താഴെയുള്ള വണ്ടികളാണ് അന്ന് ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പം എൻ്റെ വല്യമ്മയുടെ മോൻ വിനോദ് എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഇന്ന് അതേ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിൽ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെ വന്നാലും അവിടെ പോയി കുറച്ച് സമയം, എൻ്റെ പഴയ കുറേ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഇപ്പോഴും പോയി കാണുകയും സംസാരിക്കുകയും അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ ആ സ്റ്റാൻഡിൽ ഇപ്പോഴത്തെ അവസ്ഥ എത്രയാണെന്ന് അറിയോ? 70 വണ്ടികൾ. ഹലോ നമസ്കാരം, ആരാണ്? എന്റെ പേര് അജീന. നല്ല പേര്. അജീന ഏതാ അക്ഷരം എടുക്കുക? H. അജീന എവിടെയാ? നാട്ടിലെവിടെയാ? കോട്ടയത്ത് എവിടെയാ? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ കഥാപാത്രവും സിനിമയും എന്നുള്ള റൗണ്ടാണ് വന്നിരിക്കുന്നത്. കഥാപാത്രവും സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 സിനിമയിലെ ഡയലോഗ് പറയും. അത് ഏത് സിനിമയിലതാണെന്നും അത് ആരാണ്, ഏത് നടനാണ് പറഞ്ഞതെന്നും പറയണം. ഓക്കെ, റെഡി അല്ലേ? ടിവിയുടെ പോലെ ഒന്ന് കുറച്ച് നോക്കാവോ? ഓക്കെ. അജീന അല്ലേ? റെഡി. അജീന സ്റ്റാർട്ട് ചെയ്യട്ടെ. ഡയലോഗ് ഏത് സിനിമാ താരമാണ് പറഞ്ഞത്, ഏത് സിനിമയിലാണ് പറഞ്ഞതെന്ന് പറയണേ. 2 ഉണ്ടാവും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോ അടുത്ത പറയുള്ളൂ. ആദ്യം ഡയലോഗ് ഞാൻ പറയും. അപ്പൊ അത് ഏത് സിനിമയിലതാണെന്നും ഏത് നടനാണ് പറഞ്ഞതെന്നും പറയാം. അപ്പൊ ഞാൻ 2ാമത്തെ ചോദ്യം ചോദിക്കും. 2ാമത്തതും ഇതേപോലെ തന്നെ ഏത് നടനാണ് ഏത് സിനിമയാണെന്ന് പറയാം. ഓക്കെ, റെഡി? ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ആഹാ, രാത്രി
കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ. ഇതാണമ്മേ കളർഫുൾ എന്ന് പറയുന്നത്. കേട്ടിട്ടോ അത്? ആ കേട്ടിട്ടുണ്ടാവും, പക്ഷേ സിനിമയാന്ന് പറയണം. അതാണ് റൗണ്ട്. കിടക്കാതെ ചൂടോടെ കഴിക്കുന്നതും ചൂടാവാൻ, രാത്രി കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ. ഇതാണമ്മേ കളർഫുൾ എന്ന് പറയുന്നത്. പറയണം. ആരാ പറഞ്ഞ? താൻ തോന്നി പൃഥ്വിരാജ്. റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല, അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് ചെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയില്ല നിനക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എന്നല്ല, എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല, നിനക്കും കിട്ടൂല, അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കാവുമ്പോ പ്രേമലു. പേര് നടൻ ആരാ പറഞ്ഞെന്ന്? പൃഥ്വിരാജ് പറഞ്ഞില്ലേ അതുപോലെ? നെസ്ലിൻ. ഇത് റൈറ്റ് ആൻസർ. പിള്ളേച്ച, ഇതൊരു കീഴ്വഴക്കാവുമ്പോ ഒരു പ്രേമം എന്ന് പറഞ്ഞിരുന്നു. എന്താ വേണ്ടേ? കൊടുത്തോളം പറയുന്നു. ഓക്കെ, വിന്നർ കേട്ടാ. ഓക്കെ, അപ്പൊ 800-825-825 വിളിച്ചിട്ട് സമ്മാനം കളിത്തിയാണ്. നാളെ തന്നെ വിളിച്ചോ. ഇന്ന് വിളിക്കണ്ട, നാളെ വിളിച്ചോ. ഇന്ന് വിളിച്ച് ഞാൻ തന്നെ എടുത്തിട്ട് ഹലോ നാക്കുള്ളൂ. ഉണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത നാളിലേക്ക് പോവാം. അപ്പൊ ഇതാണ് സിമ്പിൾ റൗണ്ടുകളാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം. അത്രേ ഉള്ളൂ. 0423824991 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് നേരെ അവിടുന്ന് നമ്മുടെ അവിടെ ഞാൻ പറഞ്ഞേ സച്ചോ. യെസ്, സച്ചു ഈസ് ദർ. സച്ചു ആണ് നിങ്ങളുടെ അടുത്ത് ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നത്. പ്രായമുള്ള മനുഷ്യനാണ്, ഉപദ്രവിക്കരുത്. 52 വയസ്സുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിനെ ഉപദ്രവിക്കരുത്. ഫോൺ ജസ്റ്റ് എടുക്കുന്നു. സച്ചുവാട്ടനാണ് എടുക്കുന്നത്. ഞാൻ സച്ചുവാട്ടൻ എന്ന് ഞാൻ വിളിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 58 വയസ്സുള്ള മനുഷ്യനാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഉള്ള ഒരു സമയത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഗൾഫിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഫോൺ എടുത്തിട്ട് ഇപ്പുറത്തുള്ള ടോണിയിലേക്ക് കൊടുക്കും. ടോണി എന്നിലേക്ക് തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയ കീഴ്വഴക്കം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഈ സച്ചുവിനെ ഞാൻ കളവനാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഇങ്ങോട്ട് കോൾ തരുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ എല്ലാവർക്കും അതാണ് മെയിൻ. അതായത് അവരവർ പ്രായമായാലും പ്രായമായി എന്ന് പറയാൻ ആർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അപ്പം ഞാൻ എൻ്റെ ഓട്ടോ സ്റ്റാൻഡിലെ കഥകളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സർവേശ്വരം കളിക്കുകയാണ് അവിടുന്ന്. എനിക്ക് അത്രയും മുടിയുണ്ടെന്നൊക്കെ പറ്റും. സച്ചുവിൻ്റെ മുടിയൊന്നും പൊഴിഞ്ഞിട്ടില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഇപ്പോൾ അടുത്ത ഒരു 5 വർഷം മുമ്പ് ഈ നടുവിൽ തുടങ്ങിയപാട് പുള്ളി ഫ്രണ്ടിലെ മുടി മൊത്തം നട്ട് സെറ്റാക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ അങ്ങനെ ഒരുപാട് കഥകളുണ്ടാവും. നമ്മൾ തമാശ കഥകൾ. ആരാണ് നോക്കട്ടെ? ഹലോ, നോക്കട്ടെ, ആരോ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഹലോ ഹലോ, കിട്ടുന്നില്ല. ഇല്ല, കിട്ടുന്നുണ്ട്, ഇപ്പോൾ വരുവേ. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ ഒരുപാട് കഥകളുണ്ട്. അതായത് ഓട്ടോ സ്റ്റാൻഡിലുള്ള കഥകളിൽ ചില കഥകൾ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്. നമ്മുടെ അവിടെ ഒരു അഫ്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കോളിന് ശേഷം അത് പറഞ്ഞുതരാം കേട്ടോ. ഒരു ഭയങ്കര ഉള്ള സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഈ ഓട്ടോ സ്റ്റാൻഡിനാണ് പൊതുവെ കഥകളൊക്കെ പഠിച്ചു വിടുന്നൊരു സ്ഥലവും കൂടി ഓട്ടോ സ്റ്റാൻഡാണ്. അന്ന് ഞാനൊക്കെ 20 വർഷം മുമ്പ് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഓട്ടോക്കാരുടെ ഐക്യം അന്നൊക്കെയാണ്. ഈ ഓട്ടോക്കെ ഇറങ്ങിയിട്ട് നമുക്ക് മോഹൻലാലിനോടൊക്കെ ഒരു ആരാധന തോന്നിയും കലാഭവൻ മണിയോടൊരു ആരാധന തോന്നി. ഈ സിനിമ എന്ന് പറയുന്ന സാധനം നമ്മളെ വല്ലാണ്ട് അതിന് ഇതാക്കിയിട്ടുണ്ട്. ഞാനൊക്കെ ഹലോ ഹലോ ഹലോ, ആരാണ്? എന്താ വിശേഷം? സുഖാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാ അക്ഷരം എടുക്കുന്നേ? റീഹാനത്ത്. അവള് പഴയ സ്ഥിരം വിളിക്കുന്ന ആളാണ്. ഇപ്പൊ കാണാനില്ല. പറഞ്ഞത് പറയണ്ട, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇതേ ഉള്ളൂ തരുന്നത്. നിങ്ങൾ എടുത്ത അക്ഷരം, ഞാൻ എടുത്ത അക്ഷരമല്ല. നിങ്ങൾ എടുത്ത അക്ഷരത്തിൽ വന്ന ഗെയിം ഇതാണ്. ഓരോരാളെ ഭാഗ്യം പോലെ. റെഡി, ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? റീഹാനത്തെ തോപ്പിക്കും. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു.
ഒരു സുഖമില്ലാന്ന്. പരസ്പര ബന്ധമില്ലാതെ പറയലല്ല കേട്ടാ, ഉത്തരം പറയണം. ഞാൻ ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓ മനസ്സിലായ? ആ ആ ആ, ഒന്ന് ടൈമർ മാറ്റിയിട്ടടാ. അവരെങ്ങനെ ജയിക്കാൻ അനുവദിക്കാൻ പാടില്ല എനിക്ക്. ടൈമർ ഇട്ടോ. ഓക്കെ, റെഡി. പറയൂ, എന്താണ് വിശേഷം? സുഖല്ലേ? അതെ അതെ അതെ. എന്താ പിന്നെ, ഭക്ഷണമൊക്കെ റെഡിയായോ? ഇല്ല. ആയോ ആയി, ഇല്ലേ ഇല്ല, അല്ലേ അല്ല എന്നൊക്കെ പറഞ്ഞ ഔട്ടാണ് കേട്ടാ. അത് ആദ്യം പറഞ്ഞേക്കാം. ഫുഡ് റെഡി ആയില്ല എന്ന് പറഞ്ഞ എന്താ കാരണം? എന്താ ഫുഡ് റെഡിയാക്കുന്നില്ലേ? സമയമായിട്ടില്ല. ആരാ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിൽക്കുന്നത് തൊട്ടടുത്ത്? ആരോ ഉണ്ട് അവിടെ? ഇല്ല പറഞ്ഞോ. ഇല്ല, ആരോ ഉണ്ട്, സത്യമായിട്ടും പറ, ആരാ അത്? ഫ്രണ്ടിന്റെ പേരെന്താ? മിസ്സിസ് മഹീന റാഫി. മഹീന റാഫി, നല്ല പരിചയമുള്ള പേര്. ഇന്ന് എന്താണ് സ്പെഷ്യൽ ഫുഡ്? ചപ്പാത്തി. ചപ്പാത്തിക്ക് കറിയില്ലേ? ഉണ്ട്. എന്താ കറി? കോഴി. കോഴി? കോഴിക്കൂട്ടാൻ. കോഴി എന്ന് ഞാൻ പറഞ്ഞപ്പോ തിരിച്ച് കോഴിക്കൂട്ടാൻ എന്ന കോഴി എന്ന വാക്ക് റിപ്പീറ്റ് പറഞ്ഞു. സുഹൃത്തുക്കളെ, അങ്ങനെ ഔട്ടായി. ഇന്ന് നിങ്ങൾ ഔട്ടായില്ലെങ്കിൽ എന്റെ ദൈവമേ, ഞാൻ ആകെ പെട്ടുപോയനെ. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ കൂട്ടുകാരുടെ അടുത്ത് അന്വേഷണം പറഞ്ഞേക്കും. കുറെ കാലമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡില് നമ്മുടെ അഫ്സൽ. ഹലോ നമസ്കാരം. ആരാ? നമസ്കാരം. ആ, ശശിയേട്ടനാ? ഇപ്പൊ നമ്മൾ ഈ നാട്ടിൽ ചിലപ്പോ നമുക്ക് അറിയാത്ത നമ്പറിന് കോള് വരും. നമ്മൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഹലോ എന്ന് പറയുമ്പോ സൗണ്ട് കേൾക്കുമ്പോ, ചിലപ്പോ ലാൻഡ് ഫോണിനൊക്കെ കോള് വന്നിട്ട് കേൾക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ ആ നീയാ, എന്താണ് വിശേഷം എന്ന് പറയുന്ന പോലെ ശശിയേട്ടനൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് തന്നെ അറിയാം ആ ശശീന്ദ്രനാണിത്. ഏതാ അക്ഷരം എടുക്കുന്നേ? പി. അവസാനത്തെ അക്ഷരം എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശശീന്ദ്രൻ പുരുഷോത്തമൻ എന്നുവല്ലോ ആണോ പേര് എന്ന് പറഞ്ഞൂടെ? ശശീന്ദ്രൻ. എന്താ ശരിക്കും നിങ്ങളുടെ ഫുൾ നെയിം എന്താ? ശശീന്ദ്രൻ എന്താണ്? അത് വീട്ടുകാരാ, വലിയ മുറ്റത്ത് വീട്ടുകാരാ. പാളി മധുരം മലയാളം. മലയാളത്തിൽ മാത്രം സംസാരിക്കുക സുഹൃത്തുക്കളെ. ഇത് ഭയങ്കര ആ, നോക്കട്ടെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ചേച്ചിയില്ലേ അവിടെ? ഉണ്ടല്ലോ. എന്നിട്ടോ ഫോണ് ചേച്ചി എന്താ ചെയ്യാത്തെ? അത് ചോദിക്കണം. എന്താ ഷോസ് ഒന്നും കാണാറില്ലേ ചേച്ചി? കാണാറുണ്ട്. എന്നിട്ട് എന്താ ചേച്ചിക്ക് വിളിക്കാൻ പറ്റാത്തെ? വിളിക്കാറുണ്ടല്ലോ. ഇല്ല, ചേച്ചിക്ക് ഫോൺ ഇല്ലായിട്ടായിരിക്കും. ഞാൻ പറയാ വിളിക്കാൻ. ആ, ഏത് ഫോൺ കൊടുത്തിട്ടില്ലേ? സ്വന്തം ഫോണില്ലേ ചേച്ചിക്ക്? ഏത് ഫോണാ? അത് ഏതോ ഒരു പേരുണ്ട്. അല്ല, വീട്ടിലെ ഫോണാണോ ലാൻഡ് ഫോൺ ആണോ അതോ മൊബൈൽ ഉണ്ടോ? ഉണ്ട്. ഏത്? രണ്ടുണ്ട്. ചേച്ചിയുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറ, ഹെൽപ്പ് വേണ്ടെന്ന് പറ. എന്തിനാ ഇങ്ങനെ ഹെൽപ്പ് മേടിക്കുന്നത് എപ്പോഴും ഇങ്ങനെ? അപ്പൊ ഓഫീസ് പോകുമ്പോ ചേച്ചി വരുമോ? ഇല്ല. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന നിങ്ങള്? അല്ല, അപ്പൊ ഇവിടെ ഈ ഷോ നടക്കുമ്പോ, ഗെയിം നടക്കുമ്പോ മാത്രം ഇങ്ങനെ ചേച്ചി വന്ന് മുട്ടി തന്നോണ്ടിരിക്കണോ? എന്നാലും ഉണ്ട് അവിടെ തന്നെ. എന്തായാലും ഇത് ചില ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, പക്ഷെ നിങ്ങൾ നാട്ടിൽ വിളിക്കുമ്പോ ഇതേപോലെ ഇങ്ങനെ അടുത്ത് വന്ന് നിന്നിട്ട് പറയില്ല, മറ്റേത് പറ, അത് പറ, ഇത് പറ. ഇല്ലേ, അത് ഇല്ലേ? ആ സ്വഭാവം ഉണ്ടോ? അല്ല, നാട്ടിൽ വിളിക്കുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരനെ വിളിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചി അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ മറ്റേ ഇത് പറഞ്ഞ, മറ്റേ അത് പറഞ്ഞ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ? അത് പറയല്ലോ, അത് നിങ്ങളെ കാര്യം പറയല്ലോ. ഉണ്ട്, അത് എല്ലായിടും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്നാ എനിക്ക് സമാധാനാവുമല്ലോ. അതല്ലേ, ഇവിടെ നമ്മളടുത്ത് മാത്രമാണോ നിങ്ങളടുത്ത് ഉണ്ടോന്ന് അറിയാനാ? എല്ലായിടും ഉണ്ട്. എപ്പോ നാട്ടിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നം തുടങ്ങും അല്ലേ? അപ്പൊ പ്രശ്നം തുടങ്ങും. ഇത് ഡ്യൂട്ടിക്ക് എപ്പോഴാ പോകുന്നത്? രാവിലെ ഒരു 6:45. അപ്പൊ ചേച്ചി നേരത്തെ എണീക്കണോ? ചേച്ചിയാ? ആ, ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തരില്ലേ? ഫുഡ് ഉണ്ടാക്കി തരില്ലേ? അല്ല, രാവിലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ച് കൊണ്ടുപോ, അതോ ലഞ്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കോ? ഇല്ല, ഞാൻ 2 മണിക്ക് വരുമല്ലോ. 2 മണി വരെ ഉള്ളൂ ഡ്യൂട്ടി? 6:45 പോയി 2 മണി വരുമോ? അതെ. എങ്ങനെ 7 to 2 ആണോ? അതെ. ആ, അപ്പൊ ലഞ്ചിന് വീട്ടിലെത്തും. അപ്പൊ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? ഇന്ന് ചോറും കറി എന്തായിരുന്നു? ഇന്ന് ചോറ് തന്നെ. കറിയില്ലേ? കറിയോ? ഇല്ല. ചേച്ചി അവിടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ചേച്ചി അവിടെ ഹെൽപ്പ് ചെയ്തത്. എന്തായാലും ചേച്ചിട്ടുണ്ട്, എന്തായാലും സന്തോഷം അറിയിക്കുന്നു. വലിയ സന്തോഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ബൈ, താങ്ക് യു. അപ്പോ അങ്ങനെ ശശീന്ദ്രേട്ടൻ ജയിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ചില ആളുകൾ ജയിക്കുന്നുണ്ട്.
ഈ ചില ആളുകൾക്ക് ചില ഗെയിം കിട്ടുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും അവർ ഇതിൽ ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഹലോ ഹലോ, നമസ്കാരം, ആരാ? ഹർഷ. ഹർഷം മോളെ അക്ഷരം പറ. സി. സി. സി ഫോർ കാറ്റ്. സി ഫോർ കാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നോക്കിയിട്ട് വേണം ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുസൃതി ചോദ്യമാണേ. ഓക്കെ. കുസൃതി ചോദ്യമാണ്. ഓക്കെ. ഓക്കെ ഓക്കെ, റെഡി? യെസ്. ഒന്നും പഠിക്കാതെ തന്നെ, ടൈമർ, ഒന്നും പഠിക്കാതെ തന്നെ, അതായത് സ്കൂളിൽ പോകുന്നുണ്ടാവും, ഡെയിലി പോകും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ പോയാലും പഠിക്കുമൊന്നുമില്ല. പഠിക്കാതെ തന്നെ ഒരുപാട് ഡിഗ്രി ഉള്ളത് ആർക്കാണ്? സ്കൂളിലൊന്നും പോകത്തില്ല, സ്കൂളിലൊക്കെ പോകും പക്ഷെ അങ്ങനെ പഠിക്കുമൊന്നുമില്ല, പക്ഷെ ഒരുപാട് ഡിഗ്രി ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 10 18 ഡിഗ്രി ഉണ്ട് ഇതിന്. കിട്ടിയോ? ഇല്ല. മറ്റേ ടെമ്പറേച്ചർ അല്ല കേട്ടോ, ഇനി അത് വിചാരിച്ചിട്ട് വരണ്ട. ടെമ്പറേച്ചർ ആണ്, അതല്ല. ഒരു മിനിറ്റ് തരാലോ, അതിൽ കൂടുതൽ ചോദിക്കരുത്, എനിക്ക് തരാൻ പറ്റൂല. കിട്ടിയോ? ചേച്ചി ഇല്ല അവിടെ, ചേച്ചിയോട് ചോദിക്കൂ. ചേച്ചി പോയാ? അയ്യോ, ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടിയാനെ. പഠിക്കാതെ തന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. പഠിക്കാതെ തന്നെ ഒരുപാട് ഡിഗ്രി ഉള്ളത് ആർക്കാണ്? കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് ആണോ? ടെക്സ്റ്റ് ബുക്കോ? അല്ല. റൈറ്റ് ആൻസർ ഈസ് ഇറ്റ് ഈസ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി, 90. മാക്സിൽ യൂസ് ചെയ്യുന്നില്ല, ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒരു സൈഡ് താഴെ ഉള്ള ഒരു സാധനം കണ്ടിട്ടില്ലേ? അതിന് ഒരുപാട് ഡിഗ്രി ഉണ്ട്, പക്ഷെ പഠിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ കുട്ടികളെ തോൽപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോ. പക്ഷെ കുട്ടികൾ തോക്കുമ്പോൾ ഒരു സുഖമില്ല, എന്നാലും ചെറിയൊരു സുഖം എവിടെയോ എനിക്ക് കിട്ടുന്നുണ്ട്. ഹലോ പോയില്ലേ? അടുത്ത ആൾ. ഹലോ, ആരാ? പാത്തു, എന്താണ് വിശേഷം? പാത്തുവോ? പാത്തു തന്നെയാണോ പേര്? അതെ. ശരിക്കും ഫാത്തിമ എന്നല്ല? ഫാത്തിമ. ഇപ്പൊ വിളിച്ച ഔട്ടായ ഫാത്തിമയാണോ? അല്ല, വേറെ ഫാത്തിമ. അതെ. കൊറേ ഇറങ്ങിയിട്ടുണ്ടോ? ഓക്കെ, ഏതാ അക്ഷരം? എൽ. ഓക്കെ, എൽ എന്ന അക്ഷരം എടുക്കുന്നു. ഈ നേരത്തെ ഞാൻ ഫാത്തിമ എന്നുള്ള പാട്ട് പാടിയ കേട്ടായിരുന്നോ? കേട്ടു. പാട്ടിന്റെ പാലാഴി. അടിപൊളി സംഭവമാണേ. പാട്ടിന്റെ പാലാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വാക്ക് തരും. ആ വാക്കിലൊരു 7 പാട്ടങ്ങ് പാടിയാ മതി. റെഡി അല്ലേ? പാട്ട്. സപ്പോസ് ഞാനിപ്പോ തരുന്ന വാക്ക് സുഖം എന്നാണെന്ന് വിചാരിച്ചോ. അപ്പോ സുഖമോ ദേവി എന്ന പാട്ട് പാടാം. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, അങ്ങനെ സുഖം എന്നുള്ള വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. അങ്ങനെയാണ്. അപ്പൊ വാക്ക് തരുമ്പോ ആ വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. റെഡി അല്ലേ? സിമ്പിൾ സാധനം തരാം എന്തായാലും. നമ്പേഴ്സ് ആണേ. യെസ്, നമ്പേഴ്സ്. നമ്പറുകളിൽ തുടങ്ങുന്ന 7 പാട്ട്, 8 പാട്ട് പാടണേ. നമ്പറുകളിൽ തുടങ്ങുന്ന 8 പാട്ട്. 7 ഇത് ഒരുപാട് പാട്ടുള്ളതുകൊണ്ട് 8 എണ്ണം പാടിക്കോ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. നമ്പറുകൾ 1 2 3 4 5 അങ്ങനെ എത്ര വേണേലും നമ്പറുകൾ വരുന്ന പാട്ട്. 1 2 3 4 5 6 അങ്ങനെ 1 2 3 ഓക്കെ. 1 കിളി ചുണ്ടൻ മാമ്പഴമേ. അത് കഴിഞ്ഞ് അടുത്ത പാട്. അടുത്തത് തീർന്നില്ലേ? മമ്മൂക്ക ഫാനാണോ? മമ്മൂക്ക ഫാനാണ്. അപ്പൊ പിന്നെ ടെർബോ കാണാൻ വരണോട്ടോ. അൽഹംറ തിയേറ്ററിൽ നമ്മളുണ്ടാവും അവിടെ.
ഉറപ്പായിട്ടും 4:30, 7:30, 10:30, 7:30, 1:30, 4:30, 7:30, 10:30. ആ, ആ, സാല വേറെ വേറെ നല്ല സിമ്പിൾ ആയിട്ട് തന്നൂടെ? സിമ്പിൾ ആയിട്ടുള്ളതാണ് തന്നത്. ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള വേറൊന്നില്ല. ഒന്നാം രാഗം പാടി അയ്യോ, രണ്ടാം രാഗം. ഒന്നിനെ മാത്രം തേടി. അത് കൊള്ളാം, നല്ല പാട്ട്, നന്നായിട്ടുണ്ട്. ഒരു മധുരക്കിനാവിൻ ലഹരി. ശരി, മൂന്നാമത്തെ പാട്ട് ഓക്കെയാണ്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു. ഓക്കെ, അടുത്ത പാട്. 3 ആയിട്ടുള്ളൂ. ഒന്നാനാം കുന്നിന്മേൽ. ഒന്നാനം കുന്നിന്മേൽ താനനാനാനാനാ. ഓക്കെ, 4. സമയം കുറയുന്നില്ലല്ലോ ടോണി, ഇതിനെന്തോ കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു. വാതിൽ തുറന്നോളെ. ഏത് പാട്ട്? 7-ാം ബഹറിന്റെ എന്നല്ലേ? 7-ാം ബഹറിന്റെ. ഓക്കെ, 5 പാട്ട്. പിന്നെ സമയം തീരുന്നില്ലല്ലോ. സമയം തീരണ്ട. പക്ഷെ അതത് ഞാൻ ആലോചിക്കുന്നു, ഇത് പിടിച്ചു വെക്കുന്ന പോലെ തോന്നുന്നു എനിക്കെന്തോ കംപ്ലൈന്റ്. ഇത് മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. 5 പാട്ടായി. 3 പാട്ടും കൂടി. ആറുമുഖം. ആറുമുഖൻ മുന്നിൽ ചെന്ന് താനന കാവടിയൊന്നാട്. ഓക്കെ, 6 പാട്ട്. ഇനി ഒരു പാട്ടും കൂടി അല്ലേ? 1 അല്ല 2. 7 പാട്ടെന്നല്ലേ പറഞ്ഞ? പാടില്ലേ? ഓക്കെ, എന്നാ പോട്ടെ. 7 ഏഴെങ്കിലും ഒപ്പിക്കും. ഞാൻ 8 പറഞ്ഞിരുന്നു. 7 സ്വരങ്ങളും. ആ ഒരു സാധനമല്ല, അത് കറക്റ്റായിട്ട് പാടണോ? സമയം കഴിഞ്ഞു. ഞാൻ സമ്മാനം തരാം. 7 അതല്ലെങ്കിൽ ഉണ്ടല്ലോ മറ്റേ ഇതുണ്ടല്ലോ, 7 സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ, 7 നിറങ്ങൾ പ്രകൃതീശ്വരി. പിന്നെ എന്തെല്ലാം പാട്ടുകൾ ഉണ്ടെന്നറിയോ? 1 2 എന്നൊക്കെ പറഞ്ഞിട്ട് 1 2 3 4 അത് പാടിക്കൂടെ? ഇപ്പൊ വന്നിട്ട് വരില്ല, അപ്പൊ വരണമായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ജയിച്ചിട്ടുണ്ട്. അതൊക്കെ കിട്ടുമായിരുന്നു, സാരമില്ല. എന്തായാലും ജയിച്ച്. താങ്ക് യു സോ മച്ച്. സമയത്തിന് എന്തോ, ഞാൻ സമയം നോക്കട്ടെ. ടൈമർ എന്തോ പ്രശ്നമുണ്ടെന്നു. ഹലോ മിസ്റ്റർ ടൈമർ, താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കരുത്. ഹലോ. ആരാണ്? അൻഷാദ്. അതെ, നല്ല ശബ്ദമാണ്. നിങ്ങൾ പാട്ട് പാടുവോ? അയ്യോ, പാട്ടൊക്കെ നമ്മള് വീട്ടിലെ മാത്രമേ പാടാറുള്ളൂ. ഇപ്പൊ വീട്ടിലല്ലേ ഇരിക്കണേ? വീട്ടിൽ തന്നെയാണ്, പക്ഷെ വീട്ടുകാരില്ലേ. അതെ, വീട്ടുകാര് നമ്മളൊക്കെ തന്നെയല്ലേ വീട്ടുകാര്. പുറത്ത് തന്നെ പോയിടുന്ന ആര് വരാനാ? നമ്മള് പ്രവാസികൾ തന്നെയല്ലേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതാ അക്ഷരം എടുക്ക? ഈ എടുക്കാം. ഈ അൻഷാദ്. അൻഷാദ് എവിടെ? നാട്ടിലെവിടെയാ? നാട്ടിൽ ഞാൻ കോട്ടയം. കോട്ടയത്ത് എവിടെ? കോട്ടയത്ത് മെഡിക്കൽ കോളേജിന് അടുത്തായിട്ട്. ഇപ്പൊ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. തിങ്കൾ ചൊവ്വ ബുധൻ നമ്പർ. തിങ്കൾ ചൊവ്വ ബുധൻ നമ്പർ. തിങ്കൾ എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ എന്ന് പറയണം. ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറയണം. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഴ്സ്ഡേ എന്ന് പറയണം. ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി എന്ന് പറയണം. അതായത് മലയാളമാണ് ഇംഗ്ലീഷ്. നെക്സ്റ്റ് നമ്പർ, നെക്സ്റ്റ് ഡേറ്റ്, നെക്സ്റ്റ് ദിവസം. അതേപോലെ അതിന്റെ ഇടയിൽ നമ്പറും പറയും. 23 എന്ന് പറഞ്ഞാൽ 24 എന്ന് പറയണം. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയണം. ഓക്കെ അല്ലേ? നോക്കാം നമുക്ക്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അൻഷാദ് ഖാനെ ഞാൻ ഇപ്പൊ തോപ്പിക്കാം. തിങ്കൾ, വെനസ്ഡേ, തേഴ്സ്ഡേ, വെള്ളി, 4, 6 ജയിക്കും. 7 ഞാൻ ജയിക്കും. 2, 4 ചൊവ്വ, തേഴ്സ്ഡേ, ഞായർ. ഞായർ കഴിഞ്ഞിട്ട് ഫ്രൈഡേയോ? ചെവിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. ഞായർ. മൺഡേ. 4, 6, 7, 9, 29, 31, 3, തിങ്കൾ, ട്യൂസ്ഡേ,
ബുധൻ. ബുധൻ. തേഴ്സ്ഡേ. വെള്ളി. സാറ്റർഡേ. സാറ്റർഡേ. ഞായർ. 5. 6. 6. 6. 7. 7. 8. 59. 60. 61. 61. 62. 63. ചൊവ്വ. വെനസ്ഡേ. എനിക്കിതൊന്നും അത്ര ഇഷ്ടമാകുന്നില്ല. ബുധൻ. തേഴ്സ്ഡേ. മതി ടൈമറൊക്കെ നിർത്തിയേക്ക്. പുള്ളി ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു പറഞ്ഞു കേട്ടോ. അൻഷാദ് ഓക്കെ വിട്ടോ. എനിക്കതത്ര ഇഷ്ടമായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും സാറില്ല പോട്ടെ. രക്ഷപ്പെട്ടതാ കേട്ടോ. അല്ല എന്നാലും സുഖമില്ല അത്. നിങ്ങൾ ജയിച്ചു പോയി. അടുത്തതിൽ ശരിയാക്കാം. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ തോപ്പിച്ചോളൂ. എനിക്കൊരു അവസരം തരണം കേട്ടോ തോപ്പിക്കാൻ. തീർച്ചയായിട്ടും ഞാൻ കാത്തിരിക്കുന്നു. ഈശ്വര വന്നാലും ഞാൻ എങ്ങനെ തോറ്റത്. അടുത്ത ആളുടെ തോക്കട്ടെ. ഇയാളടുത്തെങ്കിലും തോക്കല്ലേ. ജയിക്കണം. ഹലോ ഹലോ, ആരാ? ഞാൻ സീമ. ഹായ് സീമ. ഷാർജയിൽനിന്നാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ NMC ഹോസ്പിറ്റലില് ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. NMC ഏത് ഹോസ്പിറ്റലിലാ? റോളയിലുള്ളയോ? കിസേസില്. ആ ഓക്കെ. അപ്പൊ റോളയിലെ താമസം? അതെ അതെ അതെ. അപ്പൊ എങ്ങനെ കിസേസിലേക്ക് ട്രാഫിക് ഭയങ്കരല്ലേ? ആ ട്രാഫിക് ഉണ്ട്, നല്ല ട്രാഫിക്. പക്ഷെ പല ടൈം ആയിരിക്കും ഡ്യൂട്ടി അല്ലേ? പല ടൈം 3 ഷിഫ്റ്റ് വരും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, ഏതാ അക്ഷരം എടുക്കുക? ഞാൻ ജെ എടുക്കാം. ജെ എടുത്തോളൂ, തരാലോ. ജെ. എന്താ പേരെന്തായിരുന്നു പറഞ്ഞേ? സീമ ജോസഫ്. സീമ ജോസഫ്. ജോസഫ് അച്ചായനില്ല അവിടെ? ജോസഫ് അപ്പയാണ്. അപ്പയാണ്. ഹസ്ബൻഡിന്റെ പേരിട്ടില്ല? ഹസ്ബൻഡിന്റെ പേര് തോമസ്. ഒഫീഷ്യൽ പേര് സീമ ജോസഫ് എന്നാണ്. അതെന്താ ഹസ്ബൻഡ് കല്യാണം കഴിച്ചപ്പോ ഹസ്ബൻഡ് പേര് അങ്ങനെ ഇടണമെന്നൊന്നും പറഞ്ഞില്ല? അല്ല, ഞാൻ കല്യാണത്തിന് മുന്നേ ഇവിടെ വന്നത്. അപ്പൊ പാസ്പോർട്ടിലെല്ലാം സീമ ജോസഫ് എന്നായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞേ ഇല്ല അങ്ങനെ? ആളുടെ പേര് തോമസ് ജോസഫ് എന്നാ. അപ്പൊ അതില് ജോസഫ് ഉള്ളതുകൊണ്ട് പുള്ളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അതെ അതെ. ജീവിതമേ അഡ്ജസ്റ്റ്. അപ്പൊ പിന്നെ ഒരു പേരിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് എന്ത് പ്രശ്നം? അല്ല, അത്രേ ഉള്ളൂ. ജെ ഓപ്പൺ. ജെ ടോണി ജോസഫിന്റെ ജേടാ, മനസ്സിലായ? അതാണ് സീമ ജോസഫ്. ഇവനെ ഓപ്പൺ ആക്കുന്നില്ലല്ലോ. ഞാൻ ഇതുവരെ ഞാൻ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആക്കാപ്പയാണ് വന്നിരിക്കുന്ന ഗെയിം. ആക്കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാപ്പാന്ന് 3 അക്ഷരത്തിൽ ഒരക്ഷരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ തെരഞ്ഞെടുക്കുന്ന അക്ഷരം പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോ ഇടയിലും അവസാനം ആദ്യവും വരാൻ പാടില്ല. ആ ലെറ്റർ വരാനേ പാടില്ല. ഇപ്പൊ ഈ സപ്പോസ് പ എന്ന അക്ഷരമാണെങ്കിൽ പാപ്പാ പൂപ്പു പിർപ്പംപ ഇപ്പ ഒന്നും വരാൻ പാടില്ല. കായാണെങ്കിൽ കാക്കാ കുക്കു ഇക്ക വരാൻ പാടില്ല. ആ ആണെങ്കിൽ ആ വരാൻ പാടില്ല. ആയിലാണ് കുറവ്. ഏതാ എടുക്കുന്നേ? പാ എടുത്തോളൂ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. സീമ ജോസഫിന് വേണ്ടി പാ എന്ന അക്ഷരം തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടൈമർ ഇടാൻ വേണ്ടി ടോണിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ ഇവിടെ ഈ കല്യാണത്തിന് മുമ്പേ ഗൾഫിൽ വന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ ആ സമയത്ത് എത്ര വർഷം മുമ്പായിരുന്നു അത്? ഞാൻ 2002 2002 ഇവിടെ എത്തി. എന്നെക്കാൾ സീനിയറോ? ഞാൻ 2004 എത്തിയതാ. 2004 എന്റെ കല്യാണം കഴിഞ്ഞു. 2004 കല്യാണം കഴിഞ്ഞു. 2010 ഞാൻ കല്യാണം കഴിച്ചേ. ഞാൻ ജനിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാ വരാൻ ലേറ്റ് ആയത്. ഇല്ലേ നേരത്തെ വന്നേനെ. കുഴപ്പമില്ല. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോൻ കോളേജില്, മോള് 7ാം ക്ലാസ്സില്. 7ാം ക്ലാസ്സില്? 7ാം ക്ലാസ്സില് പഠിക്കുന്നോ? ശരി. ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നത്? ജോസഫ് ചേട്ടന് സ്വന്തമായിട്ടൊരു അഡ്വർടൈസിങ്ങിന്റെ പരിപാടിയാണ്. ഇല്ല, പിന്നെ പറയിപ്പിക്കുമോന്ന് പറയുന്നതിൽ പാവൊന്നു. പറയിപ്പിക്കാണോ എന്ന് പറയുന്നതിനകത്ത് പാവം ഔട്ടായി പോയി. എന്തായാലും കുഴപ്പമില്ല. വെൽ പ്ലേഡ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും വിളിക്കുക. നമ്മളെല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി 8:30 to 9:30 ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേറെ എവിടെയും പോകില്ല. ഓക്കെ, താങ്ക് യു. അപ്പോ ഈ ആക്കാപ്പായൽ ഇങ്ങനെയുണ്ട്. നമുക്ക് ഏതക്ഷരമാണ് നിങ്ങൾ എടുക്കുന്ന ആ അക്ഷരം വരുന്ന ഉത്തരങ്ങൾ പറയുന്ന സാധനം ഞാനിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് അത് പറഞ്ഞു പോകും എന്നുള്ളതാണ്. അത് സൈക്കോളജിക്കൽ പരിപാടി. ഇത്ര കാലായി, കുറെ കൊല്ലായില്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ഇതുണ്ടാവും. ഹലോ, ആരാ? അഖിൽ. ഇപ്പൊ വിളിച്ച അഖിലോ? അല്ലല്ല, ഞാൻ വേറെ അഖിൽ. എന്തൊരു അഖിലാണിത്? എത്ര അഖിൽ? ഇന്ന് 2 ഫാത്തിമ, 2 അഖിൽ. ഇത് എവിടുന്നാണോ എന്തോ? ഏതാക്ഷരം? അക്ഷരം ഡി. ഡി.
അഖിലിന് ഡി. അവൻ ഡി തുറന്നില്ല, അതാ ഞാൻ അവനെ വിളിച്ചിട്ട് ഡി എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തറുതല നമ്പർ. എന്താ തറുതല നമ്പർ? നമ്പർ. ഓക്കെ. ഞാൻ ചോദിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ, അതിന് കറക്റ്റായ ഉത്തരം വരാൻ പാടില്ല. ഓക്കെ. പക്ഷേ ഇതിന്റെ ഇടയിൽ ഞാൻ ചിലപ്പോ ഏതെങ്കിലും ഒരു നമ്പർ പറയും. അതിപ്പോ മലയാളത്തിലാണ് ഞാൻ ആ നമ്പർ പറയുന്നുണ്ട്, അതിന്റെ നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുന്ന ഉത്തരത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഞാനിപ്പോ അത് എന്നാ ചോദ്യത്തിന് ഉത്തരം ആവാനും പാടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് സപ്പോസ് ഞാൻ ചോദിക്കുകയാണ്, രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ നിങ്ങൾ എത്ര മണിക്ക് തിരിച്ചു വരും? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഇന്നലെ 8 മണിക്ക് ഇവിടെ നല്ല മഴയായിരുന്നു. 8 മണിയല്ല, 8 o'clock. എല്ലാത്തിലും ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് നിങ്ങൾ ചിലപ്പോ ഫോണ് മാറ്റി വെച്ച് സംസാരിക്കുമല്ലോ, അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം അത്. അപ്പൊ തുടങ്ങാം. യുദ്ധം തുടങ്ങട്ടെ. അംഗം കുറിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ, പുതിയ അഖിലുമായി ഞാൻ. അഖിലിന്റെ ഫുൾ നെയിം എന്താ? ബാലേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസർ ആണ്. അഖിൽ ബാലേന്ദ്ര മേനോൻ. അങ്ങനെ പറയണം? അങ്ങനെ പറയാൻ പാടില്ല, ഉത്തരമേ ആവാൻ പാടില്ല. മനസ്സിലായോ? ടോട്ടലി വേറെ കാര്യം. അതൊരു ഉത്തരമായിട്ട് എടുക്കാൻ പാടില്ല. ശരിക്കും അച്ഛന്റെ പേര് വേറെ ആണെങ്കിലും അതൊരു ഉത്തരമാണല്ലോ ശരിക്ക്. ഉത്തരമേ ആവാൻ പാടില്ല. ഈ നമ്മൾ അരി എത്ര നോക്കുമ്പോൾ പയരഞ്ഞായി എന്ന് പറയുന്ന പരിപാടി. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട്. ഒന്നും കൂടി ടോണി എന്നെ തോപ്പിക്കാടാ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യടാ, ഞാൻ തോപ്പിക്കാൻ മുട്ടിയിരിക്കില്ല. അഖിൽ ഇവിടെ ഇവിടെ എവിടെയാണ്? UAE എവിടെയാ? ഇന്നിപ്പോ വെള്ളിയാഴ്ചയല്ലേ? എന്താന്ന്? ഇന്നിപ്പോ വെള്ളിയാഴ്ചയല്ലേ? മതി, ഉത്തരമായല്ലോ. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ സെയിം ഉത്തരം പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ എന്തെല്ലാം ടെക്നിക്സ്. നിങ്ങൾ കേൾക്കാണ്ട് ചോദിച്ചാ? അല്ല, ഞാൻ കേട്ടാലും ചോദിക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ രണ്ടാമത് പറഞ്ഞു. നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരം രണ്ടാമതും പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കേട്ടോണ്ട് തോപ്പിക്കാൻ ഞാൻ പല വഴികളിലൂടെയും സഞ്ചരിക്കുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. സാരമില്ലാക്കില്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി നോക്കാം. ആരോടും പറയണ്ട, നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ജയിച്ചേക്കണം. മനസ്സിലായ? ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ്? മുഹമ്മദ് സിജു ആണ്. ഓ സിജു, എന്തൊക്കെയുണ്ട് വിശേഷം? ഏതാണ് അക്ഷരം എടുക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇനി ഏകെ 3 അക്ഷരം മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഏതാണ്? ഒന്ന് GIO. ഐ എടുക്കാം. ഐ എടുത്തോളൂ. സിജുവിന് ഐ കൊടുക്കൂ. ഒരൈ അണ്ണാ, ഒരൈ അണ്ണാ. ഐ ഒരൈ. ഐ ഈ സൈഡിൽ ഐ കണ്ണു കാണുന്നില്ലേ? അവൻ പറയാ ഐ ഇല്ലെന്ന് സിജു. പാട്ടിന്റെ പാലായി കേട്ടോ. പാടി മരിക്കുന്നു. അപ്പൊ ഞാനൊരു വാക്ക് തരും, ആ വാക്ക് വരുന്ന പാട്ടുകൾ പാടിക്കൊണ്ട് തമർക്കുക. എത്ര പാട്ടാ? 7 പാട്ട് പാടിയാൽ മതി. 7 പാട്ടോ? സിമ്പിൾ അല്ലേ? എളുപ്പമുള്ള തരാം. സ്ത്രീകളുടെ പേര് എവിടെയെങ്കിലും വരുന്ന പാട്ട് പാടിയാൽ മതി. 7 പാട്ട്. റെഡി, ടൈം സ്റ്റാർട്ട് now. സ്ത്രീകളുടെ പേര് എവിടെയെങ്കിലും വന്നാൽ മതി. പെണ്ണുങ്ങളെ പേര്, ലേഡീസ് നെയിം എവിടെയെങ്കിലും വന്നാൽ മതി. ആദ്യം തന്നെ വരണമെന്നില്ല, ഇടയിൽ വന്നാൽ മതി. ആ പാട്ട് പാടി തീരുന്നതിനിടക്ക് ആ പേര് വരണം. എന്ത്? കറുത്ത പെണ്ണ് ഒരു പെണ്ണുങ്ങളെ പേരല്ല. കറുത്ത പെണ്ണ് എന്നിട്ട് പേരുണ്ടാവും. കൂട്ടാം. ഓക്കെ, കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. ഒരു പാട്ട് പോട്ടെ. കൺമണി നീയൻ കരം പിടിച്ചാൽ എന്തിനു വേറെ. ഏത് സിനിമയിലെ എങ്ങനെ പാട്ടത്? പിന്നെ ഓക്കെ, പോട്ടെ. 2. എടാ, ഇതെങ്ങനെ ഒരു പാട്ടുണ്ടോ? നിരഞ്ജന അവിടെ ഇല്ല ചോദിക്കാൻ. അടുത്ത പാട്. അതിലെവിടെയാ പെണ്ണുങ്ങളെ പേര്? ഭിക്ഷുകി എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുങ്ങൾക്ക് പേരിടുവോ? അത് ഭിക്ഷാന്തഹത്തിന് പോകുന്ന സ്ത്രീകളെ വിളിക്കുന്ന പേരാണ്. അത് പെണ്ണുങ്ങളെ പേരല്ല. നെയിം, ഐ ടോൾഡ് യു, നെയിം, പേര്. സീതയൊക്കെ ഓക്കെ. കണ്ണെഴുതി അഴകിൽ വന്നവളെ. എവിടെ അതിനകത്ത് പെണ്ണുങ്ങളെ പേരെവിടെ? പീലിയ.
എന്റെ പൊന്നടാവേ പോട്ടെ 3. ഇതൊന്നും കൂട്ടാൻ പറ്റൂല ശരിക്കും പറ. പീലി കണ്ണെഴുതി അഴകിൽ നിന്നവളെ. ഓക്കെ 3. പിന്നെ പെണ്ണേ എൻ പെണ്ണേ നിലാവൽ. അതിനകത്ത് എവിടെ പെണ്ണുങ്ങളെ പേര് പറയണം. പെണ്ണ് എന്നുള്ള വാക്കല്ല ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ ലേഡീസ് നെയിം. പെണ്ണെ പെണ്ണെ എന്ന് പറഞ്ഞിട്ട് പേരിടുവോ? പെണ്ണേ നീ മാലാകയോ. മാലാഖയോ? പെണ്ണെ 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 നീ മാലാകയോ 14-ാം രാവിലെ സുന്ദരിയാണോ എൻ സ്വപ്ന കൂട്ടിലെ. ഇതിനകത്ത് എവിടെയാ പേരെവിടെയാ? പെണ്ണെ പെണ്ണെ എന്ന് പേരല്ലല്ലോ, പേര്. നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ് സിജു. ഈ സിജു, സനീഷ്, സുന്ദരൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പേര്. പെണ്ണെന്ന് പറയാം. പെണ്ണെന്ന് പറഞ്ഞിട്ട് പേരിടുവോ ആർക്കെങ്കിലും? പേരാണോ? അയ്യോ, ഞാൻ പെണ്ണല്ല പേരാ പറഞ്ഞിരുന്നത്. ആദ്യം മുതലേ പറയുന്നു പേരെന്ന്. എന്തെല്ലാം പേരുണ്ട്. സുന്ദരൻ ഞാനും സുന്ദരി നീയും. സുന്ദരി എന്നുള്ള പേരുണ്ട്. ചേർന്നിരുന്നാൽ തിരുവോണം. ആ പാട്ട് പാടായിരുന്നു. തമിഴ് മലയാളം ഉണ്ട്, അത് കുഴപ്പമില്ല. സമയം കഴിഞ്ഞു, വെറുതെ ആലോചിച്ച് സമയം കളയണ്ട. മധുചന്ദ്രലേഖ എന്നുള്ള പേര് വെച്ചിട്ടുള്ള പാട്ട് പാടായിരുന്നു. ഒരുപാട് പാട്ടുണ്ടായിരുന്നു, പക്ഷെ പാടിയില്ല. മുഹമ്മദ് സിജു, യു ആർ ഔട്ട്. പോയാ ചെവിയിലൊരു മുളിച്ച. ഹലോ ആരാ? സക്കറിയ. സക്കറിയക്ക. 2 അക്ഷരേ ഉള്ളൂ, ജിയും ഓയും. ജി ഇരുന്നോട്ടെ, എനിക്കെന്താ പ്രശ്നം? ടോണി ജി ഇരിക്കാൻ. ജി ഈസ് ഇറ്റ് ഈസ് സ്റ്റാർ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അവൻ ഇവിടെ നിന്നങ്ങ് പോയി. സ്റ്റാർ കോംബോ 7 പാട്ട് പാടണം. അതെ, അത് ഞാൻ പറഞ്ഞു തരും ഏത് എങ്ങനത്തെ കോംബോ ആണ് എന്നുള്ളത്. അത് ഒന്നിക്കല് 2 നടന്റെയും നടീന്റെയും പേര്, അല്ലെങ്കിൽ 2 നടന്മാർ അഭിനയിച്ചത്, അങ്ങനെ ഏതെങ്കിലും ചേർത്ത് പറയും. 2 പേര് അഭിനയിച്ച സിനിമയിലെ പാട്ട് ആണ്. 2 പേര് അഭിനയിച്ചതായിരിക്കാം, ഒന്നിക്കൽ സംഗീത സംവിധായകനും ഗായകനുമായിരിക്കാം, അല്ലെ 2 പാട്ടുകാരായിരിക്കാം, അങ്ങനെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് തരിക എന്നുള്ള ഒരു കൺഫ്യൂഷനില്ല ഞാൻ ഇങ്ങനെ വെക്കുന്നത്. മോഹൻലാലും കട്ടിയൊന്നും അല്ലെന്നേ. മോഹൻലാലും ശോഭനയും. അവര് ഉള്ള സിനിമയിലെ പാട്ട് പാടിയാൽ മതി. അവര് തന്നെ പാടിയ വേണമെന്നില്ല, അവർ 2 പേരും അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലൊക്കെ പാട്ട് പാടിയാൽ മതി. ഇത് നീ ഇന്നെ തോപ്പിക്കാനല്ലേടാ ഇടാത്തത്? തോണിക്കുട്ടാ. പിന്നെ ചൂടുന്നില്ല. ഓർക്കാനുള്ള സമയമൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് പാടണം. പാട്. ചേച്ചി അവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പോടാ. മോഹൻലാലും ശോഭനയും. എത്ര സിനിമ ഇരിക്കുന്നു. ഒരു മുறை വന്ന് പാർത്തായ ഒരു മുറേ വന്ന് പാർത്തായ തോം 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 തരത് ചിന്ന. ഓക്കെ, 1 അതിൽ തന്നെ എത്ര പാട്ടുണ്ട്? മോഹൻലാല്. ഉർവശി അല്ല, മോഹൻലാലും ശോഭനയും. അവര് ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഏതായാലും പാടാം. ഈ ഒരു മുറേ മാത്രല്ല, അതിനകത്ത് വേറെയും പാട്ടുണ്ട്. ഉണ്ട്. അതാണല്ലോ ശരിക്കും നമ്മുടെ പ്രശ്നം. ഞാൻ അതിലല്ലേ പിടിച്ച് ജീവിക്കുന്നേ. പലർക്കും പലതും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ. അത് ഏത് സിനിമ? അത് പക്ഷെ ഏത് സിനിമ? മിന്നാരത്തില് ശോഭനയുണ്ട്. ഓക്കെയാണ്. മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. 2 ആയിട്ടുള്ളൂ. മിന്നാരത്തില് വേറെയും പാട്ട്. 2 ഒരു പാട്ടല്ലേ?
തളിരണിഞ്ഞൊരു കിളിമരത്തിന്റെ സമയമായി. സമയം 3 തീർന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം നമുക്ക്. എന്തായാലും സന്തോഷം. എനിക്ക് ഇനി സമയമില്ലാത്തത് കൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് വിട പറയുന്നു. എനിക്ക് ഈ സമയം 3 പാടിയിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് അൽഹംറ സിനിമാസിൽ ഫാൻ ഷോ നടക്കുന്നത്, മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഫാൻ ഷോ നടക്കുന്നത് ഈ 23 തീയതി വ്യാഴാഴ്ചയാണ്. ഉച്ചക്ക് 1:30, 7:30, 4:30, 7:30, 10:30 ഇങ്ങനെ 4 ഷോസിലായിട്ടാണ് നടക്കുന്നത് ഫാൻ ഷോ നടക്കുന്നത്. അതിനുവേണ്ടി വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് താഴെ കാണാം. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത്. വാട്സപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടിക്കറ്റ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം മറക്കാതെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ ടോണി ഒന്ന് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എനിക്കൊന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. മാത്രമല്ല, നിങ്ങൾ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പോകേണ്ടത്. അൽഹംറ സിനിമ ഷാർജയിലാണ്. അപ്പോൾ മമ്മൂക്ക ഫാൻസിനെ എല്ലാവരും ക്ഷണിക്കുകയാണ്. 900 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി താഴെയും മുകളിൽ 200 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 050722468 ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്തോളൂ. പിന്നത്തേക്ക് വെക്കണ്ട. ജസ്റ്റ് ടർബോ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്യുക. ടർബോ എന്ന് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മമ്മൂക്ക ഫാൻ ഷോ ആണ് നടക്കുന്നത്. 1:30, 4:30, 7:30, 10:30 നിങ്ങൾ ഏത് ഷോയ്ക്കാണോ നിങ്ങൾക്ക് പോകാൻ പോകുന്നത് ആ ഷോയുടെ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടൈമിലുള്ള ഷോ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്താണെന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ മറക്കണ്ട, 05072244683 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ടിക്കറ്റ് പെട്ടെന്ന് റെഡി ആയിക്കോളൂ. ഷാർജയിലുള്ള ആൾക്കാർ, അജ്മാനിലുള്ള ആൾക്കാർ, അതുപോലെ ദുബായിലുള്ള ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നീടത്തേക്ക് മാറ്റി വെച്ച് അല്ലെങ്കിൽ ബുധനാഴ്ചത്തേക്കൊന്നും മാറ്റി വെക്കണ്ട. ഇപ്പം തന്നെ ചെയ്തോ, വാട്സപ്പ് ചെയ്തോ. 05072244683 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ തീരുകയാണ്. നമുക്ക് നാളെ കാണാം. നാളെ രാത്രി കൃത്യം 8:30 to 9:30 വീണ്ടും കാണുന്നവരേക്കും. Signing out, Sunny Shakir with me, Nishad Ka, Niranjan, Tony, Rafi, Sachubai. Good night.